വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നല്ല മഴയാണ്. ഈ മഴയുള്ള സമയത്ത് എന്തൊക്കെയാണ് എല്ലാവർക്കും കഴിക്കാൻ താല്പര്യമുള്ളത്? അപ്പോൾ എനിക്ക് എന്തൊക്കെയൊക്കെയോ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ എന്താണ് എന്നൊന്നും എടുത്ത് പിടിയും കിട്ടുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പലഹാരമൊക്കെ ഉണ്ടാക്കി പലഹാരം കട്ടൻ ചായയൊക്കെ കുടിക്കാം. ബേബി അലമ്പുണ്ടാക്കണം. നിങ്ങൾക്ക് എന്താണ് ഈ സമയത്ത് കഴിക്കാൻ താല്പര്യം എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരും കമൻറ്റ് ചെയ്യണില്ല, അപ്പോൾ കമൻറ്റ് ചെയ്യണേ. നാളെ നമ്മുടെ ബേബിയുടെ ബർത്ത്ഡേ ആണ്. സോ ഡ്രസ്സ് എടുത്തിട്ടില്ല, ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടായിരിക്കും ആദ്യമായിട്ട് ഞാൻ തോന്നുന്നുണ്ട് ബേബിൻ്റെ ബർത്ത്ഡേക്ക് ഡേറ്റ് തന്നെ കറക്റ്റ് ഓർമ്മയിൽ വരാതെ ഒന്നും റെഡിയാക്കാതിരിക്കുന്നത്. കാരണം ഡ്രസ്സ് എടുത്തിട്ടില്ല, ഒരു തരത്തിലുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പോരാത്തൊരു കേക്ക് വാങ്ങിക്കണം, മുറിക്കണം. എല്ലാവരും പല പല സ്ഥലത്തും എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ നോക്കാം, പടച്ചൊലേ നോക്കാം നാളത്തെ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കാം. നമുക്ക് അടോഗണ് ഡേഞ്ചറിലെ ബേബിയെ ആരുടെ കുറയ്ക്കണ്ട പറഞ്ഞോളാം. ഒലിവ് പേടിക്കപ്പോ നെട്ടണിങ്ങനെ ആരാണ് ചെരുപ്പ് കൂടെ ഇട്ടൊക്കെ സ്ഥലം വെക്ക. ഞങ്ങള് കോഴിക്കുട്ടികളെ കാണാൻ പോണ. പിടിക്കാൻ പറ്റൂല, ഇത് വേറെ കോഴിയാണ്. ഇത് പിടിക്കാൻ പറ്റില്ല, ഇത് വേറെ കോഴിക്കളെ. നമ്മളെ സാധാ കോഴിക്കുട്ടികളല്ലേ, ഇത് വേറെയാണേ. ഇത് വേറെ, ഇത് നമ്മള് ചിക്കൻ ഉണ്ടാക്കാന് ഇവര് വലുതായി വളർന്നിട്ട് ഒരു വലിയതാവണം, വലിയതാവും. തൊടാൻ പറ്റില്ല, അത് നമ്മൾ വളർത്തണ കോഴിനെ തൊടാം. ഒലിവ് കണ്ടോ കോഴിക്കുട്ടീനെ? അത് ശരി, ഭക്തിനേക്കാരം ഞങ്ങൾക്ക് ഹോട്ടലിറങ്ങിയാൽ മതിയല്ലോ. നീലത്തോണ്ട് നമുക്ക് ബേബിൻ്റെ കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുടുംബസംഗമമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് +1 +2 SLCക്കാർക്ക് നല്ല വിജയം നേടിയ കുട്ടികൾക്ക് ജസ്റ്റ് ഒരു മൊമെൻറ്റും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് നല്ല സൂപ്പർ പരിപാടികളൊക്കെ ആയിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയി. ഒരു 10:30 തുടങ്ങിയതാണ്, ഒരു 3 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം. നല്ലൊരു ഗ്രാൻഡ് ഫങ്ഷൻ തന്നെയായിരുന്നു. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത് ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ മന്തി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ഈത്തപ്പഴച്ചാറ്, അങ്ങനെ സൂപ്പർ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ തന്നെ കേക്ക് മുറിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഉഷാറായണേ. എന്നാലും ബേബീൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനത്തെ ഒരു നല്ലൊരു പരിപാടി കറക്റ്റ് ടൈം കിട്ടിയത് വലിയൊരു സന്തോഷമാണ്. പോരാത്തതിന് ഇതും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെറിന്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷെറിന്ത വന്നിട്ട് കുട്ടികൾക്ക് കുറേ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഗിഫ്റ്റാണ് കാണുന്നത്. അതൊന്നും കൂടി ബേബിക്കും ദിക്രുവിനൊക്കെ സന്തോഷമായി കേട്ടോ. അപ്പോൾ കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഷെറിന്തയ്ക്ക് പിന്നെ മോളവിടെ പ്രസവിച്ച് കിടക്കുന്ന കാരണം സമയമില്ല, ജസ്റ്റ് ഒന്ന് പങ്കെടുത്ത് അങ്ങനെ പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. 2 കേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിലൊരു കേക്ക് ഞങ്ങൾ മുമ്പേ മുറിച്ചു. പിന്നെ ഒരു കേക്കാണിത്. അപ്പോൾ ഈ കേക്ക് പിന്നെ മുറിക്കുകയാണ് കേട്ടോ. പിന്നെ ഉമ്മ വരുമ്പോൾ ഡ്രസ്സും കേക്കും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. എന്തായാലും കുഴപ്പമൊന്നുമില്ല, സംഭവം ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത്ര വലിയ വീഡിയോ ഒന്നുമല്ല, ഒരു ചെറിയൊരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.